പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് രാത്രി യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി അല്പസമയം ദൈവവചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു സന്തോഷം തോന്നുന്നില്ല, അതുകൊണ്ട് അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് ചിരിച്ചുകൊണ്ട് സുഖമാണോന്ന് ചോദിച്ചേ. ചിരിച്ചാൽ ആയുസ് കൂടും. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞത്, സുഖമാണോ എന്ന് ചോദിക്കാനാ. അല്പ സുഖക്കുറവ് പോലെയൊക്കെ തോന്നി. ഹല്ലേലൂയ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് അല്പസമയം ഇനി ആരും മസിലൊന്നും പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു വീഥി. ആയിരക്കണക്കിന് വ്യക്തികൾ യെരുശലേം ദൈവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു പോകുന്ന ഒരു സ്ഥലം. ഈ കാലഘട്ടത്തിൽ നാം ഉത്സവങ്ങൾ നടക്കുന്ന, പെരുന്നാളുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആ പോകുന്ന വഴിയോരങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒത്തിരി ഭിക്ഷക്കാർ രണ്ട് സൈഡിലും ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്ന ആ വഴിയുടെ രണ്ട് സൈഡിലും ഒത്തിരി ഭിക്ഷക്കാർ ഭിക്ഷാടനം നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഒരിക്കൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരുമായി ആ യെരുശലേമിന്റെ തിരുവീതിയിൽ കൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ആ വഴിയരികിൽ ഒരു കുരുടനായിരിക്കുന്ന ഭിക്ഷക്കാരനെ ശിഷ്യന്മാർ കണ്ടിട്ട് യേശു ക്രിസ്തുവിനോട് അവർ ചോദ്യം ചോദിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ വാക്യം. വായിക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട. ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കർത്താവേ, ഇവൻ കുരുടനായിട്ട് പിറക്കാനുള്ള കാരണം എന്താണ്? ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇവൻ കുരുടനായിട്ട് പിറന്നത്? ഇന്ന് രാത്രി ഇതിനകത്തും ഈ ശബ്ദസീമയ്ക്കുള്ള ശ്രദ്ധിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെ പല പല ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്റെ കഷ്ടതയ്ക്ക് കാരണം എന്താണ്? എന്റെ വിട്ടുമാറാത്ത രോഗത്തിന്റെ കാരണം എന്താണ്? ഈ ശാപഗ്രസ്തമായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? അല്ലെങ്കിൽ എന്റെ മക്കൾ അനുസരണമില്ലാത്തവരായി ഈ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഭവനം എനിക്ക് പണിയാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? പലപ്പോഴും പല ചോദ്യങ്ങൾക്കുള്ള മറുപടി അവർ തന്നെ പറയാറുണ്ട്. ഞങ്ങളുടെ വലിയപ്പച്ചൻ ചെയ്ത പാപമായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൻ കാണിച്ചു വെച്ച പാപമായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന്റെ അനന്തര ഫലമായിരിക്കാം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഈ ദേശത്തിൽ പലരുടെയും ഉള്ളിനകത്ത് ഇതുപോലെ ചില ചോദ്യങ്ങൾ കിടക്കുമ്പോൾ ശിഷ്യന്മാരും ചോദിക്കുകയാണ്: യേശുവേ, ഇവൻ കുരുടനായിട്ട് പിറക്കാനുള്ള കാരണം എന്ത്? ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ ഇങ്ങനെ ഒരു കുരുടനായിട്ട് പിറന്നു വീണത്? അപ്പോൾ യേശു ക്രിസ്തു തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്: ഇവൻ പാപം ചെയ്തത് കൊണ്ടോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടോ അല്ല ഇവൻ കുരുടനായിട്ട് പിറന്നത്. പിന്നെയോ ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാ ഇവൻ കുരുടനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചത്. എത്ര പേർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും? ഇന്ന് രാത്രി ഇതുപോലെ പല പല ചോദ്യങ്ങളുമായി ഇതിനകത്ത് വന്നിരിക്കുന്നവരുണ്ട്. ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന്റെ കാരണമെന്ത്? ഞാൻ അനുഭവിക്കുന്ന ഈ ശാപത്തിന്റെ കാരണമെന്ത്? ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന്റെ കാരണമെന്ത്? ആരോ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ച തെറ്റിന്റെ അനന്തര ഫലമാണോ ഞാൻ അനുഭവിക്കുന്നു എന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ ഇന്ന് ചില പ്രിയപ്പെട്ടവരെ നോക്കി പരിശുദ്ധാത്മാവിൽ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും: നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണോ നിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം, ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സന്തോഷം, ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രോഗസൗഖ്യം ഇന്ന് രാത്രി ഈ പ്രസംഗത്തിൽ കൂടെ നിങ്ങൾ കേൾക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് മുതൽ വെളിപ്പെട്ട് വരണം എന്നുള്ള ഏകാഗ്രഹത്തോടു കൂടിയ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, തുടർന്ന് കേൾക്കുന്ന ഈ ദൈവവചന ചിന്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ രോഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു 3-4 കാരണം കൊണ്ട് രോഗങ്ങൾ വരാം. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രവൃത്തി കൊണ്ടും രോഗങ്ങൾ നമുക്ക് വരാം. അല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ട് രോഗം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുമില്ല, നിങ്ങൾക്ക് വന്നിട്ടുമില്ല. പിന്നെ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നവരാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. കുഴപ്പമില്ല, കുറച്ച് മലയാളികൾക്ക് ഇതിനകത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തോന്നുന്നു. അപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ ഒരു 3-4 കാരണത്താൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത, കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് രോഗം നമ്മുടെ ശരീരത്തിൽ വരാം. 2, അല്ലേ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ
എന്റെ വീട്ടിൽ ഇത് ഇന്ന തടി കൊണ്ടുള്ള ഫർണിച്ചർ കിടപ്പുണ്ട്, എന്റെ വീട്ടിൽ ഇത്ര വിലയുടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, ഇത്ര രൂപയുടെ TV ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന ഗസ്റ്റിനെയും വരുന്ന ബന്ധുക്കളെയൊക്കെ വിളിച്ച് കാണിക്കാറുണ്ട് അല്ലേ? ഇന്നാണെങ്കിലോ ദൈവം സഹായിച്ച് എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ദൈവം സഹായിച്ച് BP ഉണ്ട് അല്ലേ? അതൊന്നും പറയാൻ സമയമില്ല. ഇതാണ് നമ്മൾ നിരത്തി വയ്ക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിനകത്തും പുറത്തും കേൾക്കുന്നവരൊക്കെ പലവിധമായ ശാരീരികമായ പ്രശ്നത്തിൽ മുന്നോട്ട് പോകുന്നവരാ. പക്ഷേ ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ഒരു 3-4 രീതിയിൽ രോഗം വരാം. ഒന്ന്, ശാരീരികമായുള്ള ഈ പറഞ്ഞ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നം കൊണ്ടോ രോഗം വരാം. 2, പാപം മുഖാന്തരം രോഗം വരാം. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടൊക്കെ വരുന്ന രോഗം ചികിത്സിച്ചാൽ ഭേദം വരും. പക്ഷേ ഈ പാപം മുഖാന്തരം വരുന്ന രോഗം ചികിത്സിച്ചാൽ മാറത്തില്ല. പാപക്ഷമ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചാൽ മാത്രമേ ആ രോഗം മാറുകയുള്ളൂ. ഹല്ലേലൂയ. 3, പൈശാചികനാൽ രോഗം വരാം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ശക്തിയാൽ രോഗം വരാം. അതും ചികിത്സിച്ചാൽ മാറത്തില്ല. കൃപാവരപ്രാപ്തരായ അല്ലെങ്കിൽ അധികാരമുള്ളവരായ ദൈവദാസന്മാരോ അധികാരമുള്ള വിശ്വാസികളോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗം മാറും. ഹല്ലേലൂയ. 4, രോഗം വരും. എന്തിനു വേണ്ടി? ഇതിവിടെ നമ്മൾ വായിച്ചതുപോലെ ചില ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ രോഗം വരാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതൊന്നും വ്യാഖ്യാനിക്കാൻ സമയമില്ല. ഒത്തിരി കാര്യങ്ങൾ എന്റെ പിന്നിൽ പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുരുടനായിട്ട് പിറക്കാനുള്ള കാരണം അവന്റെ അമ്മയപ്പന്മാരോ അവനോ പാപം ചെയ്തത് കൊണ്ടല്ല, പിന്നെയോ അവനിൽ ചില ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടണമെന്ന് ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ് ചില രോഗത്തിന് അവൻ അടിമയായി പിറന്നു വീണത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവിന് പറയാനൊരു ദൂതുണ്ട്. നീ അനുഭവിക്കുന്ന കഷ്ടത, നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടഭാരം, നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്ഥതക്കേട്, നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളില്ലയോ? പലപ്പോഴും ചോദിച്ചില്ലേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ആ കഷ്ടതയ്ക്ക് ഒരു മോചനം വരുന്നില്ല? ഇന്ന് രാത്രി അവരോട് കർത്താവ് തിരിച്ചു പറയുകയാണ്, അതൊരിക്കലും നിന്നെ തകർക്കാനുള്ളതല്ല, അതൊരിക്കലും നിന്നെ പരാജയപ്പെടുത്തുവാനുള്ളതല്ല, അതൊരിക്കലും നിന്നെ മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ ദൈവം ആരാണെന്ന്, ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം എത്രയാണെന്ന്, ദൈവത്തിന് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് ആ പ്രശ്നം വന്നിരിക്കുന്നത്. അതിനെ ഓർത്ത് എത്ര പേർക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ ഈ കുരുടന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പല കുരുടന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നടത്തുന്ന അത്ഭുതമല്ല, അതേ രീതിയിലല്ല യേശു മറ്റൊരു സ്റ്റേജിൽ നടക്കുന്നത്. ഇന്ന് പല അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു സ്റ്റേജിൽ നടത്തുന്ന അതേ രീതിയിലായിരിക്കും അടുത്ത സ്റ്റേജിൽ നടത്തുന്നത്. പക്ഷെ യേശു ക്രിസ്തു വ്യത്യസ്തനാണ്. ഇതാ യെരിഹോവിലേക്ക് കടന്നു പോകുന്നു. അവിടെ നമുക്കൊരു കുരുടനെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുരുടൻ, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ തന്നെ അവന്റെ നിലവിളിയുടെ മുൻപിൽ നിന്നിട്ട് അവനോട് ചോദിക്കുക, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് കാഴ്ച വേണം. ഉടനെ അവന്റെ കണ്ണ് തുറക്കാനിടയായി തീർന്നു. അതാണ് യെരിഹോവിൽ ദൈവം ചെയ്ത അത്ഭുതം. പക്ഷെ ബെത്സയിദയിലും ചിലർ ഒരു കുരുടനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവർ പറയുക, യേശുവേ ഇവനെ ഒന്ന് തൊടണോ വേണ്ടേന്ന് യേശുവാ തീരുമാനിക്കുന്നത്. യേശു തൊട്ടില്ല. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി. ഊരിന് പുറത്തു കൊണ്ടുപോയി. എന്നിട്ട് അവന്റെ മുഖത്ത്, അവന്റെ കണ്ണെ തുപ്പി. ആ തുപ്പിയ സ്ഥലത്ത് യേശു തന്റെ കരം വെച്ചു. എന്നിട്ട് യേശു ചോദിക്കുക, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ അവൻ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, ഓ മനുഷ്യരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ മരം പോലെയൊക്കെ തോന്നുന്നു. അല്ലെ, ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. വീണ്ടും യേശു കരം വെച്ചപ്പോൾ അവൻ സ്പഷ്ടമായി കണ്ടു. അതിനർത്ഥം യെരിഹോവിൽ ചെയ്തതുപോലെയല്ല. യെരിഹോവിൽ നിനക്ക് എന്ത് വേണം, കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് യേശു കാഴ്ച കൊടുത്തെങ്കിൽ ബെത്സയിദയിൽ യേശു ക്രിസ്തു അവന് കാഴ്ച കൊടുത്തത് എങ്ങനെയാ? അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണെ തുപ്പിയ സ്ഥലത്ത് കൈവച്ചു. അങ്ങനെ യേശു അത്ഭുതം ചെയ്തു. പക്ഷേ ഇതാ യെരുശലേമിൽ കുരുടന് വേണ്ടി കർത്താവ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ 2 രീതിയിലുമല്ല ചെയ്യാൻ പോകുന്നത്. ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവേ ഇവൻ കുരുടനായിട്ട് പിറക്കാനുള്ള കാരണമെന്ത്? ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ? അല്ല, അവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി. കരമെടുത്തി കർത്താവിനെ സ്തുതിച്ച്. ഈ ഭിക്ഷക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ, ഈ ഗ്രാമത്തിൽ കൂടെ തെണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. തെണ്ടി എന്നുള്ള ഭാഷ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലെ? ഇരക്കുന്നവർ എന്ന് പറയും.
ഗ്രാമത്തിൽ കൂടെ നിങ്ങൾ എന്നെ ഉദാഹരണം ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്ന് നമ്മൾ എത്ര കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആരും കൈവക്കണ്ട. നമ്മൾ 1 രൂപ നാണയമൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ 5 രൂപ. പക്ഷേ ബസ് സ്റ്റാൻഡിലാണെങ്കിലും കുറച്ചും കൂടെ കിട്ടും. പക്ഷേ ബസ് സ്റ്റാൻഡിൽ തെണ്ടുന്നവനെ പോലെയല്ല എയർപോർട്ടിൽ തെണ്ടുന്നവൻ. ഏറ്റവും കുറഞ്ഞത് 10 രൂപ വെച്ച് കിട്ടത്തില്ലയോ? അതിന്റെ അർത്ഥം യെരുശലേമിലെ കുരുടനും യെരിഹോവിലെ കുരുടനും തമ്മിൽ വ്യത്യാസമുണ്ട്. യെരിഹോവിലെ കുരുടനെ അവിടെ കൂടെ വല്ലപ്പോഴും പോകുന്ന ആൾക്കാരിടുന്ന നാണയത്തൊട്ട് മാത്രമേ ഉള്ളൂ, വരുമാനമില്ലാത്ത കുരുടനാ. പക്ഷേ യെരുശലേമിന്റെ കുരുടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്ന ആ വീതിയുടെ സൈഡിലുള്ള ആ സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് അവൻ ഒത്തിരി വരുമാനമുള്ള അഹങ്കാരിയായ കുരുടനാ. നിങ്ങൾ ചോദിച്ചു അതെന്താ അഹങ്കാരം? പറയാം. ആ യെരിഹോവിലെ കുരുടനാണെങ്കിൽ യേശുവിനെ കാത്തിരുന്നു. യേശു വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ, യേശുവേ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ ഇവൻ യേശുവിനെ വിളിച്ചില്ല. യേശുവിന്റെ കണ്ണ് തുറക്കണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. യേശു എന്റെ ഭവനത്തിൽ വരണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. എന്റെ ഈ ഇരക്കുന്ന ഈ അനുഭവം മാറണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഈ ഭിക്ഷാടനം മാറണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം പർദീസ ഗോസ്പെറ്റിൽ ഈ മുറ്റത്ത് നടത്തുന്നതിന്റെ കാരണം എന്താ? പ്രിയ സ്നേഹിത, നീ ഒരിക്കലും ആഗ്രഹിച്ചില്ല യേശു നിന്നെ സൗഖ്യമാക്കണമെന്ന്. നീ ഒരിക്കലും ആഗ്രഹിച്ചില്ല യേശു നിനക്ക് സമാധാനം തരണമെന്ന്. നീ ഒരിക്കലും ആഗ്രഹിച്ചില്ല യേശു നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരണമെന്ന്. പക്ഷേ ആ യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഈ സൗണ്ടിൽ, ഈ ഉച്ചഭാഷണയിൽ കൂടെ നിന്റെ കാതിനകത്തേക്ക് മുഴങ്ങുന്ന ഈ ശബ്ദം, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇതുവരെയുള്ള നിന്റെ അവസ്ഥയെ ഇന്ന് രാത്രി യേശു മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ കുരുടൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ആ യേശു ആ കുരുടന്റെ അടുക്കിലേക്ക് ചെല്ലും. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരാം. അതിന്റെ 5-ാമത്തെ വാക്യം. ഈ ശിഷ്യന്മാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ യേശു തിരിച്ചെന്താ പറഞ്ഞേ? യേശു കർത്താവ് തിരിച്ചു പറയുക, എടോ ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയ. അവൻ കുരുടനായിട്ടിരിക്കുകയാണ്. ഇവരുടെ സംഭാഷണമൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം എങ്ങനെയാണെന്ന് അവരിൽ കൂടെ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പ്രിയ സ്നേഹിത, എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും ഇതോടെല്ലാം അവസാനിച്ചു എന്നും ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ദേശത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്നും, എനിക്കിനി സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയത്തില്ലെന്നും, എന്റെ മക്കൾ ഒരിക്കൽ പോലും മടങ്ങി വരത്തില്ലെന്നും, എന്റെ ഭർത്താവിന്റെ മദ്യപാനം ഒരിക്കൽ പോലും മാറത്തില്ലെന്നും, പ്രതീക്ഷകൾ മുഴുവനും മങ്ങി, പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചിരിക്കുന്ന നിന്നെ നോക്കിയ യേശു ക്രിസ്തു പറയുന്നത്, നിന്നിൽ കൂടെ ജീവനുള്ള ദൈവമാരാണെന്ന്, നിന്റെ തലമുറയിൽ കൂടെ, നിന്റെ ഭവനത്തിൽ കൂടെ ഒരു അസാധാരണ അത്ഭുതം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് രാത്രി മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ ചില കുടുംബങ്ങൾ നോക്കി പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറയുക, ഈ സുവിശേഷ യോഗം ഒരിക്കലും വൃഥാവല്ല, ഈ മീറ്റിംഗ് ഒരിക്കലും വൃഥാവല്ല. ഇന്ന് രാത്രി ഒരിക്കലും പ്രതീക്ഷിക്കാത്തവന്റെ കുടുംബത്തിനകത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വ്യക്തിയിലേക്ക്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തലമുറയിലേക്ക് ദൈവം തന്റെ അത്ഭുതം, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. ഇതിനകത്തിരിക്കുന്ന വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആരാ? യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? യേശു ക്രിസ്തു ഒരു മത നേതാവല്ലയോ? യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്ന മഹാന്മാരെ പോലെ ഒരു മഹാൻ മാത്രമല്ലയോ? യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന ഗുരുക്കന്മാരെ പോലെ ഒരു ഗുരു മാത്രമല്ലയോ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഈ ശബ്ദ സീമയ്ക്കുള്ളിലായിരിക്കുന്ന പലർക്കും ഇതുപോലെയുള്ള സംശയം കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ഒത്തിരി മഹാന്മാർ കടന്നു വന്നു, ഈ ലോകത്തിൽ ഒത്തിരി ഗുരുക്കന്മാർ കടന്നു വന്നു. വന്ന മഹാന്മാരുടെ കല്ലറകളിൽ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പാട്ടിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും ഉയർത്തിപ്പിടിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിന്റെ മാത്രം പ്രത്യേകത. പാലസ്തീനിൽ ചെന്ന് നോക്കിയാൽ പ്രിയ സ്നേഹിത, അവിടെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാത്രം പ്രത്യേകത, അല്ലെങ്കിൽ മറ്റുള്ള പലരിൽ നിന്ന് ഒരുത്തൻ എന്നുള്ള അല്ല ഞാൻ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ മാത്രം പ്രത്യേകത, മരണത്തെയും പാതാളത്തെയും ജയിച്ച് റോമൻ
ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനോടിരിക്കുന്ന ഒരൊറ്റയാളെ മാത്രമേ ഉള്ളൂ. അവന്റെ പേര് ശ്രീ യേശു ക്രിസ്തു. ബാക്കി യേശു ക്രിസ്തു ഒരു ഐതിഹ്യ പുരുഷനല്ല. യേശു ക്രിസ്തു ആരോ എഴുതി വെച്ച ഒരു കഥാപുരുഷനല്ല. ആരോ എഴുതി വെച്ച ഐതിഹ്യമല്ല. പിന്നെയോ യേശു ക്രിസ്തു ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാ ശ്രീ യേശു ക്രിസ്തു. ഭാരതം നൂറ്റാണ്ടുകളായി ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. ഒന്ന്,